Hello everyone. Welcome to Scholars Up. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2യുടെ റിവിഷൻ ക്ലാസ് ആണ് ഇൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പേപ്പറിൽ. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ടൈപ്സ് ഓഫ് റീഡിംഗ്, മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ്ഡ് ഇൻ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എന്തെല്ലാം മെത്തേഡുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ടെക്നിക്കുകളാണ് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പല ടെക്നിക്കും യൂസ് ചെയ്യില്ലേ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസുകൾ മാത്രം എടുക്കാൻ വേണ്ടി നമ്മളൊരു ടൈപ്പ് റീഡ് ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ടൈപ്പ് ഓഫ് റീഡ് ചെയ്യും. സോ അങ്ങനെ ഒരുപാട് ടൈപ്പ് റീഡിങ്ങുകളുണ്ട്. ആ റീഡിങ്ങുകളെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ റീഡിങ് ആസ് എൻ എസെൻഷ്യൽ സ്കിൽ, അങ്ങനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്, എന്തെല്ലാമാണ് വായിക്കുന്നത്. ബുക്സ് വായിക്കും, ന്യൂസ് പേപ്പർ വായിക്കും, മാഗസിൻസ് വായിക്കും, അക്കാഡമിക് ജേണൽസ്, റിസർച്ച് പേപ്പർ, ഓൺലൈൻ ആർട്ടിക്കിൾ, ബ്ലോഗ്സ്, ലീഗൽ ആൻഡ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ബ്രോഷേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. സോ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്യും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ പർപ്പസിനനുസരിച്ചാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ സാധനം വായിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ആ ഒരു ടെക്നിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഒരു 90% നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സ്കിമ്മിങ്. എന്താണ് സ്കിമ്മിങ് എന്നുള്ളത്? അതൊരു ഒരു ടെക്നിക്ക് ഓഫ് റീഡിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? സ്കിമ്മിങ് ഈസ് എ ക്വിക്ക് റീഡിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഗെറ്റ് ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ്. ഇതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇറ്റ്സ് എ ക്വിക്ക് റീഡിംഗ് ആണ്. ക്വിക്ക് റീഡിംഗ് ഫോർ യൂസ്ഡ് ടു ഗെറ്റ് ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ്. ഇതാണ് അതിലെ കീവേഡ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക. എന്തിനാണ് ക്വിക്ക് റീഡിംഗ് ആണ്? പെട്ടെന്ന് വായിക്കുന്നത്. എന്തിനാണ്? ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ്. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഫോക്കസിങ് ഓൺ ഡീറ്റെയിൽസ്, സംടൈം വി സ്കിപ്പ് പോർഷൻസ്. അതായത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും വായിക്കില്ല. ചിലപ്പോൾ കുറച്ച് ഏരിയാസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വായിക്കും, ഒഴിവാക്കി വായിക്കും. എന്തിനാണ്? നമുക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അത്തരം റീഡിങ്ങിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, glance over a text to grasp the main points, useful when searching key ideas, themes and overview of a passage, commonly used for reviewing books and articles or reports. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു എൻ്റയർ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. എന്തിനാണ്? ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ്. ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. അതാണ് അതിലെ കീവേഡ്. ഓക്കെ, ക്വിക്ക് റീഡിംഗ് ആണ്. ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റീഡിങ് ഹെഡ്ലൈൻസ് ഓഫ് ആൻഡ് സബ് ഹെഡിങ് ഓഫ് എ ന്യൂസ് പേപ്പർ. അതായത് എക്സാമ്പിളാണ്, നമ്മളൊരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും വായിക്കുന്നത് അതിൻ്റെ ഹെഡിങ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതല്ലെങ്കിൽ ചില ഫോട്ടോസിൻ്റെ അടിയിൽ ചെറിയ കുറിപ്പുണ്ടാവും. ആ കുറിപ്പായിരിക്കും നമ്മൾ വായിക്കുന്നത്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നമുക്ക് സ്കിമ്മിങ്ങിൽ പെടുത്താൻ പറ്റുന്ന റീഡിംഗ് ആണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ആണ്. എന്താണ് സ്കാനിങ്? Scanning is going through lines, paragraph and page quickly but not thoroughly to find out some specific information. ഇതാണ് ഇവിടുത്തെ കീവേഡ്. ഓക്കെ, to find out some specific information. അതായത് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ലൈൻസ് ആൻഡ് പാരഗ്രാഫ് പോകും. സ്കിമ്മിങ് പോലെയല്ല. സ്കിമ്മിങ് നമ്മൾ പെട്ടെന്ന് ഓടിച്ച് വായിക്കുന്നതാണ്. നമ്മൾ ത്രൂ ഔട്ടൊന്നും പോവില്ല. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ സ്കാനിങ് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫർമേഷൻ. ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില പേരുകൾ, ചില സംഭവങ്ങൾ, ചില ഡേറ്റുകൾ ഒക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് റീഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള കീവേഡ് നിങ്ങൾ മനസ്സിലാക്കുക. ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫർമേഷൻ, അതാണ് കേട്ടോ. ഫോക്കസ് ഓൺ കീവേഡ്സ്, നമ്പേഴ്സ് ആൻഡ് ഫ്രേസസ്. അതായത് ചില കീവേഡുകൾ കിട്ടാൻ വേണ്ടി, ചില നമ്പറുകൾ, ഡേറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചില ഫ്രേസുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്കാനിങ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ്സ്, നെയിം, ഡെഫിനേഷൻ, സ്പെസിഫിക് ഫാക്റ്റുകൾ, ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റീഡിംഗ് ആണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചില ഡേറ്റുകൾ, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരമാണെന്നുണ്ടെങ്കിൽ 1947 ഗാന്ധിജി, നെഹ്റു, അതല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം,
അതുപോലെ തന്നെ വാഗൺ ട്രാജഡി, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എക്സാമ്പിൾ searching for a specific word in a dictionary, looking for a train departure time in a timetable, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്തത് ക്ലോസ് റീഡിംഗ് ആണ്. ക്ലോസ് റീഡിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. ക്ലോസ് റീഡിംഗ് ഈസ് ആൻ അനലിറ്റിക്കൽ അപ്രോച്ച് ദാറ്റ് ഇൻവോൾവ്സ് കെയർഫുള്ളി എക്സാമിനിങ് എ ടെക്സ്റ്റ്. അതായത് ഒരു ടെക്സ്റ്റിനെ കെയർഫുൾ ആയിട്ട് ലൈൻ ബൈ ലൈൻ പക്കയായിട്ട് നമ്മൾ റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒന്നും അതിൽ പെടില്ല, അത് പക്കയായിട്ട് നോക്കുന്നില്ല. ഇത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കും ചില ടെക്സ്റ്റുകൾ. നമ്മൾ അതിൽ എൻ്റയർ കാര്യങ്ങൾ നമുക്ക് അറിയണം. അതിനെയാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ റീഡിങ് ടെക്സ്റ്റ് തറോ ആയിട്ട് വായിക്കാം. ഒരു വേർഡ് പോലും വിടാതെ, ഒരു വേർഡും ഒരു സെൻറ്റൻസ് പോലും വിടാതെ തറോ ആയിട്ട് വായിക്കാം. റീഡിങ് ദ പാസേജ് സ്ലോലി ആൻഡ് അറ്റൻറ്റീവ്ലി, പയ്യെ വളരെ പതുക്കെ വായിക്കുക, ഭയങ്കര അറ്റൻഷൻ കൊടുത്തിട്ട് ഭയങ്കര ഫോക്കസ് ചെയ്ത് വായിക്കുക. ഐഡൻറ്റിഫൈ ദ മെയിൻ തീംസ് ആൻഡ് സെൻട്രൽ ഐഡിയ, അതിൻ്റെ മെയിൻ തീം എന്താണ്, അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള ഐഡിയ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത് അണ്ടർസ്റ്റാൻഡിങ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്, അതായത് ഒബ്സർവ് ലിറ്റററി ടെക്നിക്സ് സച്ച് ആസ് മെറ്റഫർ, റിപ്പിറ്റേഷൻ ആൻഡ് ടോൺ. ഇപ്പോൾ നമ്മൾ ഒരു പോയട്രി ഒക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റഫേഴ്സ് ഉണ്ട്, അതൊക്കെ ചില ടെക്നിക്കുകളാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റിപ്പിറ്റേഷൻ, അതിലെന്തെല്ലാം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോൺ എന്താണ്. ഇപ്പോൾ ചില പോയട്രിയൊക്കെ, ചില കവിതകൾ ഭയങ്കര സങ്കടമായിരിക്കും, ചിലത് ഭയങ്കര ഹാപ്പി ആയിരിക്കും വായിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചിലത് പേടിപ്പിക്കുന്ന തരത്തിലുള്ള, അതാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുക. റെക്കഗ്നൈസ് ദ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എ ടെക്സ്റ്റ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുക. ഒരുപാട് പാരഗ്രാഫുകളുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് വലിയ സെൻറ്റൻസുകളാണോ, അതിനൊക്കെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. അത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ നമ്മൾ ക്ലോസ് റീഡിങ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ റീഡ് പാസേജ്, നമ്മളൊരു പാസേജ് വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കും, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇതിൻ്റെ മെത്തേഡുകളാണ്, ക്ലോസ് റീഡിൻ്റെ അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ്. എക്സാമ്പിൾ, അനലൈസിങ് എ പോയം ഫോർ സിംബോളിസം ആൻഡ് ഡീപ്പർ തീംസ്. ഒരു പോയം വായിച്ചിട്ട് അതിനുള്ളിലുള്ള സിംബൽസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇമേജുകൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്റ്റഡിയിങ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ഫോർ പ്രിസൈസ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളൊരു നിയമപരമായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നിയമപുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് ഈ ക്ലോസ് റീഡിങ്ങിലായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നിയമം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഴയ കേസുകളൊക്കെ വായിക്കുന്നത് ഇതുപോലെ ആയിരിക്കും. നമുക്കതിന് കൃത്യമായിട്ടുള്ള വിവരം കിട്ടേണ്ടി വരും. സോ അതിനൊക്കെ നമ്മൾ ക്ലോസ് റീഡിങ് യൂസ് ചെയ്യും. മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് അമ്യൂസീവ് റീഡിംഗ് ആണ്. നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ അമ്യൂസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ, അമ്യൂസീവ് റീഡിംഗ് ഇസ് റീഡിംഗ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പ്ലഷർ. സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീഡിങ്. ഫോക്കസ് ഓൺ എൻജോയ്മെൻറ്റ് റാദർ ദാൻ ഡീപ്പ് അനാലിസിസ്. നമ്മൾ അതിൽ കുറേ അനലൈസ് ചെയ്യാനൊന്നും നമ്മൾ നോക്കില്ല, എൻജോയ്മെൻറ്റിന് വേണ്ടി. നമ്മൾ കഥകളൊക്കെ വായിക്കുമല്ലോ നമ്മളെ ഒഴിവ് സമയങ്ങൾ, അതാണ് അമ്യൂസീവ് റീഡിംഗ്. ഇൻക്ലൂഡ് ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറീസ്, കോമിക്സ് ആൻഡ് നോവൽസ്. ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, അപ്പോൾ ക്ലാസ് ഒന്ന് കേൾക്കാം. ഹെൽപ്സ് ഇൻ റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിലീഫ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോവൽസ് വായിക്കുക, അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി വായിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. എന്താണ് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്? ദിസ് ടെക്നിക് ഇൻവോൾവ് ഇൻ്റർപ്രറ്റിംഗ് ഇംപ്ലൈഡ് മീനിങ്സ് ആൻഡ് അണ്ടർലൈങ് മെസ്സേജസ് ഇൻ എ ടെക്സ്റ്റ്. അതായത് നമുക്കൊരു ക്ലോസ് റീഡിങ്ങിൻ്റെ കുറച്ചും കൂടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ റീഡിംഗ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ലൈൻസ് ഫോക്കസ് ചെയ്ത് വായിക്കാം, അതിനുള്ളിലുള്ള മീനിങ്സ്, ഇംപ്ലൈഡ് മീനിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അത് രണ്ട് മീനിങ്സ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു ഇന്നർ മീനിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു അമ്മ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇത്. എപ്പോഴും ആ അമ്മ പണിയെടുക്കുകയാണ്. അതാണ് നമ്മൾ ഒരു കഥയിൽ എഴുതി വന്നിട്ട്, ഒരു കഥയുടെ തീമായിട്ട് നമ്മൾ എഴുതിയത്. അപ്പോൾ ആ ഒരു എഴുത്തിൽ നിന്നും നമ്മൾ അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പണിയെടുക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ജന്മമാണ് എന്നുള്ളൊരു ഇന്നർ മീനിങ് അതിനുണ്ട്. സോ അതിനൊക്കെയാണ് നമ്മൾ ഇംപ്ലൈഡ് മീനിങ് എന്ന് പറയുക. അപ്പോൾ ഇത്തരം മീനിങ്സ് ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റീഡിംഗ് ആണ് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. റിക്വയർ അറ്റൻഷൻ ടു ടോൺ, ഐറണി ആൻഡ് സിംബോളിസം. അതായത് നല്ല അറ്റൻഷൻ വേണം ഈ റീഡിങ്ങിന്, അതിൻ്റെ ടോൺ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സങ്കടമാണോ സന്തോഷമാണോ, ഐറണി ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ വേണ്ടി. സിംബോളിസം,
ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ഒരു സിംബോളിസമാണ്, ഒരു സിമ്പലാണ്. എന്തിന്? വിമൺ, അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കഷ്ടപ്പെടുന്നവരാണ് എന്ന് കാണിക്കാൻ ഉപയോഗിച്ച ഒരു സിമ്പലാണ് എപ്പോഴും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന, എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന ഒരു വീട്ടമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സബ് ടെക്സ്റ്റ് ആൻഡ് ഹിഡൻ മെസ്സേജസ്, അതിനുള്ളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന മീനിങ്ങുകളും ഒളിഞ്ഞിരിക്കുന്ന മെസ്സേജുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കോമൺ ഇൻ പോയട്രി, ലിറ്ററേച്ചർ, പെർസ്യൂസീവ് റൈറ്റിംഗ്, ഇത് പ്രധാനമായിട്ടും സാഹിത്യത്തിലാണ് വരുന്നത്, കവിതയിൽ അതുപോലെ തന്നെ നോവലുകളിലൊക്കെ. പെർസ്യൂസീവ് റൈറ്റിങ്ങിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. സാർക്കസം ഇൻ എ പൊളിറ്റിക്കൽ സ്പീച്ച്, സാർക്കസം എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് ചില മീനിങ്ങുകൾ പറയുമല്ലോ, അതിനൊക്കെയാണ് നമ്മൾ സർക്കാസം എന്നൊക്കെ പറയാം, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമോഷൻ ഇൻ ക്യാരക്ടർ ഡയലോഗ്സ്, ചില ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു വീട്ടമ്മ പറയുകയാണ് എനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് നേരമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ ആ ഒരു ഇമോഷൻ അതിൽ കാണാൻ പറ്റും. അവരെന്നും പണിയെടുക്കുകയാണ് എന്നിട്ടും അവർക്ക് കുറ്റമാണ് എന്നുള്ള ഒരു സാധനം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് റീഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലൊരു പ്രാക്ടിക്കൽ സെഷനാണ് വരുന്നത്. അതായത് നിങ്ങൾക്കൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ആ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾ ആ വായനയിൽ നിന്നും നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് അതിന് ആൻസർ ചെയ്തേണ്ടി വരും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യന് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾ ഡെയിലി നിങ്ങൾ റീഡിങ് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. റീഡിങ് ക്രിട്ടിക്കലി ടു അനലൈസ്, ഇൻറ്റർപ്രറ്റ് ആൻഡ് ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ഫോർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മളൊരു റീഡിയോ വായിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൻസർ ഉണ്ടാക്കുക എന്നുള്ള സാധനമാണ് പ്രാക്ടിക്കൽ സെഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു പാരഗ്രാഫാണ്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഏതാണ് ഇവിടെ വരുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. അതാണ് നിങ്ങൾക്ക് എക്സാമിനേഷനും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ, ആ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ താഴെ തരും. എന്നിട്ട് നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതണം. അതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ടൈപ്പ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ടില്ലെങ്കിലും പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. സോ അതിന് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ ദ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഞാനിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ഓഫ് സ്റ്റാർ ടു എർത്ത് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദ സൺ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത് എന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ, എന്താണ് സണ്ണിനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സൂര്യനാണ്. സൺ ഈസ് ദ എർത്തിനോട്, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സൂര്യൻ എന്നാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ പാരഗ്രാഫിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിലെ കുറച്ച് ടെക്നിക്കുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ എന്താണ് സ്കാനിങ്, എന്താണ് സ്കിമ്മിങ് എന്ന് പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ചാൻസ് ആണ്. അതുപോലെ തന്നെ ക്ലോസ് റീഡിങ് എന്താണ്, അതിൻ്റെ മെത്തേഡുകൾ എന്താണ്, അത്തരം ക്വസ്റ്റ്യൻസ് വരും. വാട്ട് ഈസ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, വാട്ട് ഈസ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ, അതിൽ നിങ്ങൾക്ക് പറ്റില്ല 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എന്താണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ് ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്ക് ഇൻ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്, നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും, അതിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. താങ്ക് യു സോ മച്ച്.